ഹലോ ഗൈസ്, ഇന്ന് ശനിയാഴ്ച. ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ? ദിവസം എന്ന് പറയാൻ ഫുള്ളായിട്ടൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം. ഇവരെന്ന് പറയാൻ നമ്മളെ കുറച്ച് കാലം മുന്നേ, മീൻസ് കുറച്ച് ചെറുതിലേ ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാനും എടുക്കാനൊക്കെ വരുന്ന ആളാണേ. ഈ അമ്മമ്മ നോയിക്കൊണ്ടിരിക്കുന്ന എന്നാ എടുക്കുന്നത്. കാരണം അമ്മമ്മ ഒരു നേരിൽ കണ്ട എപ്പോഴും അടി, അതെടുത്ത് ഇതെടുത്ത് എന്നിട്ട് കുലുമാലായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു. മീൻസ് ഓര് വന്ന് എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കും, ഭയങ്കര കമ്പനിയാണ്, മോൾ കൊടുത്തു അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അപ്പം നമ്മളിങ്ങനെ കുറേ സംസാരിക്കുകയും ചെയ്യും. തമിഴാണെങ്കിലും മലയാളം നന്നായിട്ട് അറിയാം, നമ്മൾ പറയുന്നത് മനസ്സിലായി, ഇങ്ങോട്ടും പറയും. പിന്നെ അതും കഴിഞ്ഞ് നേരെ അമ്മ അലക്കുന്നുണ്ട്, അമ്മേൻ്റെ അടുത്ത് പോയേ. ഗൈസ്, അമ്മക്ക് പനിയാണേ. എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ? എന്തായാലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഗൈസ്, ഇന്നലെ രാത്രി അങ്ങനെ പനിച്ചിട്ട് കഞ്ഞി പോലും കുടിക്കാൻ കഴിയാണ്ട് കിടന്നതാ. രാവിലെ എണീച്ചിട്ട് നോക്കുമ്പോൾ പാത്രം കഴുകുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു, അലക്കാൻ പോകുന്നു. എന്നോട് പറഞ്ഞു ഒരിക്കൽ ഏട്ടൻ്റെ വൈറ്റ് ഡ്രസ്സ് ഉണ്ട്, ഒന്ന് അലക്കി തരുമോ? വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷേ നമ്മൾ ഈ നല്ല ഡ്രസ്സൊക്കെ കല്ലുമെന്നേ അലക്കലുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ മൂപ്പർക്ക് പരിഭവവും പരാതിയൊന്നുമില്ല, നോർമലായിട്ട് പറയുന്ന ഇതിനെ കൊണ്ടല്ല എന്നാ ഉപയോഗവും, എന്തെങ്കിലും ഒരു പണി എന്തോരം എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര സ്നേഹമായിരുന്നു, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മൂപ്പത്തി തന്നെ കൈയാണ്ട് ഒറ്റയ്ക്ക് പണിയെല്ലാം എടുത്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്നറിയുന്നതുകൊണ്ട് എന്നൊന്നും അറിയില്ലേ, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പാവ ഉണ്ട്, എന്നാലും ഞാൻ ഇങ്ങനെ അങ്ങനെ കാഴ്ചയെല്ലാം കണ്ടായിരുന്നു ഇങ്ങനെ നടന്ന്. എല്ലാവർക്കും ഇങ്ങനത്തെ അമ്മയുണ്ടാവും, എന്ത് അസുഖം വന്ന് എന്തെന്ന് വന്ന് കിടന്നാലുണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണിയെടുക്കുന്നത്. അന്നേരം വരെ വൃത്തിയാക്കണം, അത്രയും കാലം വൃത്തിയാക്കണ്ടിട്ട് സാധനം വരെ ഉണ്ടാവും കയ്യില്ലാത്ത പണിച്ചിരുന്ന് വൃത്തിയാക്കുന്നത്. പിന്നെ ഇതാരോട് പറയേ, ആര് കേൾക്കേ? കാണുന്ന ആൾ പറയും ഞാൻ പണിയൊന്നും എടുത്തു കൊടുക്കുന്നില്ല, ഞാൻ എടുക്കലുണ്ട്. അങ്ങനെ മിറ്റത്തെ സന്ദർശനത്തിനിടക്ക് ഞാൻ വീട്ടിലെ ബക്കാടീൻ്റെ അടുത്ത് പോയി 2 തലോടെല്ലാം തലോടി. കുറേ നേരമായി റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെറുതെ ഇരിക്കാമെന്ന് വെച്ചിട്ട് ഉള്ളിലോട്ട് പോയി അങ്ങോട്ട് കിടന്ന്. അപ്പോൾ അമ്മക്ക് മാത്രമല്ല, മാമൻ്റെ മൂത്ത മോന് പനിയുണ്ട്, മോന് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മാമി നേരെ രാവിലെ കൊണ്ടുപോയി കാണിച്ച് തന്നപ്പോൾ ഞാൻ നോക്കുന്ന അവൻ്റെ കയ്യിൽ എന്നതാ. നോക്കുമ്പോൾ എന്താ തിന്നാൻ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുകയും ചെയ്തതിന് എന്ത് പറഞ്ഞു ഡോക്ടർ? അപ്പോൾ പോകുമ്പോൾ എനിക്ക് ഷിഗല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങി മാമിനോട് ചോദിച്ചു. മാമി പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഗുളിക വന്നിട്ടുണ്ട്, അത് കൊടുത്താൽ മതി, ഇപ്പം എല്ലാവരുടെ പനിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഭയങ്കര ശ്രദ്ധയിലിരിക്കുക, എല്ലാവരുടെ പനിയൊക്കെ ഉണ്ട്, വന്ന് പെട്ടാകും കൊണ്ട് എന്തിനാ വെറുതെ നടക്കുന്നത്? ഇനി എനക്കപ്പോൾ വരാൻ തമ്പുരാൻ അറിയാം. അടുത്ത് ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ കാര്യങ്ങളായിട്ട് ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ മാമി വരുമ്പം കൊണ്ടുവന്ന സാധനങ്ങളില്ലേ, അതിൽ നിന്ന് മാമി കോഴിക്കാലെടുത്തിട്ട് വന്ന്. അപ്പം ഞാൻ ഇങ്ങനെ തിന്നുകയാണ്, ഭയങ്കര ഇഷ്ടമാണ്. തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന പറച്ചല്ലെന്ന് വെച്ചാൽ ഇതൊന്നും എനിക്ക് കഴിച്ചുവിടാം, പിമ്പിള് വരും, ഭയങ്കര വലിയൊരു സാധനമാണ്, ഓയിലൊന്നും കഴിക്കരുത്, ഡയറക്റ്റ് തുടരുതെന്ന് പറഞ്ഞു. അതിന് ശേഷം ഇതേ ഉള്ളൂ. പിന്നെ അമ്മ അടുത്ത് വന്നിരുന്ന്, ഇപ്പം ഞാനോ വയ്യാത്ത അമ്മ വയ്യാത്ത എന്നുള്ള അവസ്ഥയിലുള്ള ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം അമ്മ പറയുന്നത് എന്തിൻ്റെ കാര്യത്തിന് ഞാൻ എല്ലാ പണിയും എടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ. അമ്മ ഇങ്ങനെ അമ്മേൻ്റെ പരിഭവം പറയാം. ഇന്നലെ രാത്രി തൊട്ടേ അമ്മക്ക് ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പം എനിക്ക് എന്തോ ഒരു മാതിരിയാണ്. കാരണം അമ്മ ഭയങ്കര സൈലൻ്റിൽ ഇങ്ങനെ കിടക്കില്ല. അപ്പം എനിക്ക്